എന്തേമ്മ നിങ്ങളെ മരുമോള് നിങ്ങളൊന്നും വിളിക്കണ കൂടി ഇല്ലല്ലോ. നിങ്ങൾക്ക് മരോളെ വേണ്ടേ? മരോക്ക് നിങ്ങളെയും വേണ്ടേ? അല്ലെങ്കിൽ മരോള് ഉമ്മാ ഉമ്മാന്ന് വെച്ച് വിളിക്കല്ലോ. നിങ്ങളാണെങ്കിലോ മക്കളെ വിളിക്കൂല. മോളെ എന്താക്കാണ് കുട്ടികള്? കുട്ടികൾക്ക് ചായ കൊടുത്തോ, ചോറ് കൊടുത്തോ? എന്തേ വിളിക്കാത്തത്? മരോക്ക് നിങ്ങൾ വേണ്ടേ? നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നില്ലേ? എന്താ നിങ്ങൾ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ പോവാൻ വേണ്ടി പറയൊന്നുമില്ല. നിങ്ങളൊരു വിളിയൊന്നും കാണാതിട്ട് ചോദിച്ചതാ. സ്നേഹമുള്ള മരോളല്ലേ, അപ്പം മരോളൊന്നും വിളിക്കുന്നതും കാണില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഉമ്മ നിങ്ങൾ നോക്കി പേടിപ്പിക്കണ്ട. ഞാനെന്ത് നോക്കി പേടിപ്പിക്കാനാ മോളെ എന്നെ? എനിക്കിത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പായിപ്പിക്കണോ? അതിനല്ല ഇപ്പം ഈ ഇങ്ങനെ ചോദിക്കുന്നത്. മരോള് വിളിച്ചീനോ, മരോള് വന്നീനോ, എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നത്. എനിക്കിൻ്റെ ഇവിടെ നിന്ന് പായിപ്പിക്കണം. മരോള് വിളിച്ചും ചെയ്തിക്കണേ, മരോളോട് ഞാൻ പറയും ചെയ്തിക്കണേ. ഞാനൊരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടേ ഇവിടുന്ന് വരുന്നുള്ളൂന്ന്. വെറുതെ മരക്കൊക്കെ ഇട്ട് കൊടുക്കണ്ടല്ലോ, മക്കൾ നോക്കണില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കണത്. ഈ എന്നെ ഇവിടെ ഉന്തി പായിപ്പിക്കണം, എന്നാലേ ഞാൻ പോവുള്ളൂ. നിങ്ങൾ പോണില്ലേന്ന് ഈ ഒന്ന് ചോദിച്ചു നോക്ക്, അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഈ വെയ്യായിട്ട് ഞാൻ ഇവിടെ മുണ്ടാതെ കുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ പൊയ്ക്കോളിമ്മാന്ന് പറയോ നോക്കട്ടെ വിചാരിച്ചിട്ടാ. നിങ്ങളെ പെൺകുട്ടികളെ സ്വഭാവം എനിക്ക് അറിയാലോ. എൻ്റെ മരോൾ എന്നെ വിളിച്ചും ചെയ്തിക്കണ്, വരിമ്മാന്ന് പറഞ്ഞ് വിളിക്കാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചിക്കണ്. ഞാൻ പറഞ്ഞത് എപ്പോഴൊന്നും വരണ്ട, ഞാനിവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ മോളിനോട് പോവണ്ട, ഇവിടെ നിന്നോളിമ്മാന്ന് പറഞ്ഞിരിക്കുന്നേന്ന്. എന്തേ ഞാൻ ഇവിടെ നിൽക്കണ്ടേ? അങ്ങനെ പറഞ്ഞു നിങ്ങൾ? അത് ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോൾ നിങ്ങളോട് ഇവിടുന്ന് പോകാനിട്ട് പറഞ്ഞിരിക്കണോ? നിങ്ങളെ മരോൾ എന്തേ വിളിച്ചില്ല എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കൊക്കെ ദേഷ്യം പിടിച്ച എന്താണ്? ആന്ന് ഈ ആഴ്ച കഴിഞ്ഞാൽ നമുക്കൊരു ടൂർ ഉണ്ടായിനി, അതിന് പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക. കുട്ടികളൊക്കെ പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് ടൂറ് പോകണമെന്ന് മൂപ്പര് പറഞ്ഞ് നമുക്ക് ടൂറ് പോകണ്ടേന്ന് ചോദിച്ചിക്കണ്. അപ്പം ഞാൻ നിങ്ങളെ വേഗം കൊണ്ടാക്കണൊക്കെ ഞാൻ കൊണ്ടാക്കി തരാൻ വിചാരിച്ചിട്ട് ചോദിച്ചതാണ്. അതിന് നിങ്ങൾ ദേഷ്യം പിടിക്കണ്ട. ആന്ന് നിങ്ങളിവിടെ നിന്നോളി, ഞാൻ പോകണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ടൂറ് പോണ തലേന്ന് ഞാൻ നിങ്ങളെ കൊണ്ടയാക്കി തരണ്ട്. അതെന്തിനാ പിന്നെ കൊണ്ടയാക്കണേ? ടൂറ് പോണ തലേന്ന് ഞാനും നിങ്ങളെ കൂടെ ടൂറിന് പോരാ. നിങ്ങളെപ്പോഴും ഒറ്റക്കല്ലേ പോകല്? ഉമ്മനെയും കൂട്ടി ഒരു ദിവസം പൊയ്ക്കോളി. ഓനോ ഓൻ്റെ ഉമ്മനെ കൂട്ടി എപ്പോഴും പോണില്ലേ? അതേമാതിരി ഇനിയും കൂട്ടി ഈയും പൊയ്ക്കോ. അങ്ങനെ തന്നെയല്ലേ? അങ്ങോട്ട് പോവാം നമുക്ക്, എന്തായാലും വേണ്ടില്ല. മക്കളൊക്കെ ഉണ്ടല്ലോ എൻ്റെ കൈ ഇരിക്കാൻ. എൻ്റെ കയ്യൊന്നും നിങ്ങളാരും പിടിക്കേണ്ട, എന്നാലും ഞാൻ വരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ എങ്ങോട്ടാ പോണേ? അവിടേക്ക് അവിടെ ഭയങ്കര തണുപ്പായിരിക്കുമ്പോ നിങ്ങൾ വന്നാൽ ശരിയാവില്ല. ഞങ്ങളെ ടൂറ് പോണ തലേന്ന് കൊണ്ടയാക്കി തരണ്ട്. വേണ്ട മോളെ, ഞാനും വരെ നിങ്ങളെ കൂട്ടത്തില്. അത് സാരമില്ല, കാരണം എപ്പോഴും ഓല് ചോദിക്കലുണ്ട്, ഉമ്മ നിങ്ങളെ ടൂർ പോകുമ്പോൾ നിങ്ങളെ വിളിക്കാത്ത എന്താന്ന്. അപ്പം എൻ്റെ മരോളെ പരാതി തീർന്നോട്ടെ, അമ്മക്ക് പോവാം മോളെ. ഞാൻ എന്തായാലും വരും. ഞാൻ തീരുമാനിച്ചതാ, ഇവിടെ വന്നാലും എന്തായാലും നിങ്ങൾ ടൂറിന് പോവാ, അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ. നമുക്ക് പോവട്ടോ. എൻ്റെ തുണി കുപ്പായൊക്കെ ഉണ്ട്, ആ കാച്ചി കുപ്പായൊക്കെ ഒന്നിട്ട് തിരുമ്പി ഇസ്തിരി ഇട്ടിട്ട് വെച്ചൂടെ, നല്ല ബടി പോലെ അങ്ങോട്ട് ഇസ്തിരി ഇട്ടോ. നമുക്ക് പോവാലോ മോളെ. എപ്പോഴും ഇല്ലല്ലോ, എപ്പോഴെങ്കിലല്ലേ ഉള്ളൂ. ഇസ്തിരി ഇടുമ്പോൾ നല്ല വീതിയിൽ അങ്ങോട്ട് കര അങ്ങോട്ട് നീർത്തി അങ്ങോട്ട് ഇട്ടോ. ഉള്ള കുളൂസിലായിക്കോട്ടെ. ഞാനും വരുന്ന നിങ്ങളെ കൂട്ടത്തിൽ. ചെരുപ്പൊക്കെ ഞാൻ കൊണ്ടുവന്ന് നിൽക്കണേ, കുളിയും മരുന്ന് അതും ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ എന്തിനാ ബേജാറ്? തണുപ്പോ? ഞാൻ അവിടെ എ സി ഒക്കെ ഇട്ട്, ഞാനും മക്കളും മരോളും എല്ലാം കൂടി എ സി ഇട്ട് കിടക്കലുണ്ടല്ലോ. എ സി ഒന്നും എനിക്കൊരു ബിസയല്ല മോളെ. ഈ പോവാൻ തയ്യാറായിക്കോ, ഞാനും വരണ്ട്. ഉമ്മനെയും കൊണ്ട് ടൂറ് പോയിന്ന് ഓനിക്കൊരു അന്തസ്സാവട്ടെ. ഓൻ്റെ അമ്മായിമ്മനെയായിട്ട് ടൂറ് പോയിന്ന്. ഓനോ എൻ്റെ ഉമ്മനല്ലേ എപ്പോഴും ടൂറ് കൊണ്ടുപോകല്. അമ്മായിമ്മനെയും കൊണ്ടുപോയി നയിക്കോട്ടെ മോളെ. ഈ ഒന്നും ബേജാറാവണ്ട. ഈ നല്ലാണ്ട് ഒരുങ്ങിക്കുക. ആരോടാച്ചാക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മനെയും കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ വിളിച്ചത് പറഞ്ഞുവിട്. എനിക്കൊരു ഗെയിമായിക്കോട്ടെ. എൻ്റെ അമ്മനെയും കൊണ്ട് ഞാൻ ടൂറ് കൊണ്ട് എന്നിട്ട് വിളിച്ച് പറഞ്ഞുവിടും എല്ലാവരോടും. അതൊരു ഹരായിക്കോട്ടെ മോളെ. നോക്ക്, ഞാൻ എൻ്റെ മരോളോടും പറയാൻ പോവുകയാണ്, മോളെ ഞാൻ ടൂറൊക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂന്ന്. എന്തേ മുഖത്തിനൊരു വാട്ടം എന്തോ ഉണ്ടോ മോളെ? എനിക്ക് ഇല്ലല്ലോ, ബസ്മല്ലല്ലോ ഉമ്മ വരുന്നതിന്. കുട്ടികളോടൊക്കെ പറഞ്ഞാൽ, കുട്ടികളെ ഞാനും ഉണ്ട് കേട്ടാ നിങ്ങളെ കൂടുതൽ ടൂറ്. വലിയമ്മയും വരണ്ട നിങ്ങളെ കൂടുതൽ. എപ്പോഴും നിങ്ങൾ ഒറ്റക്കല്ലേ, വാപ്പിയമ്മയും മക്കളും നിങ്ങളെ വാപ്പൻ്റെ അമ്മൻ്റെ കൂടുതലല്ലേ പോകണം. ഉമ്മൻ്റെ അമ്മൻ്റെ കൂടുതൽ നമുക്കൊന്ന് പോവാം. മക്കളെ വല്യമ്മയും വരണ്ടല്ലോ ടൂറിന് നമ്മളെ കൂടുതലിന്ന്.
വെല്ലിമ്മക്ക് നല്ല തണുപ്പല്ല അവിടെ. എന്തെങ്കിലും വെയ്യായി വന്നാലോ ഗുളിയും മരുന്നൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഇടങ്ങാറായിപ്പോ. യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ബാക്കിലും ഇരിക്കണം, ഞാനും നമ്മൾ രണ്ടാളും മുന്നിലും അല്ലേ. പിന്നെ എവിടെ ആ സ്ഥലം ഉണ്ടാവുക? നമ്മളെ കൊണ്ടാവാണ് തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ. പാടായിപ്പോ. വേണ്ടമ്മ, ഞാൻ നിങ്ങളെ കൊണ്ടേയാക്കി തരാം. നിങ്ങൾ തലേന്ന് പോയാൽ മതി. ഞാൻ തലേന്ന് വൈകുന്നേരം, നമ്മൾ രാത്രിയെ പോവുക, തലേന്ന് വൈകുന്നേരം ഞങ്ങളെ കൊണ്ടേയാക്കി തരണം. അതുവരെ നിങ്ങൾ ഇവിടെ നിന്നോളി, കുഴപ്പമൊന്നുമില്ല അമ്മ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാതെ വയ്യാതെ വന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അമ്മ അമ്മക്ക് എന്നും നിങ്ങളെ കാണണ്ട അമ്മ. അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. ഓ എന്താ ചെയ്യ പഠിച്ചോനെ, ഇതിനിപ്പോൾ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അത് മാത്രമല്ല, ഭയങ്കരമൊക്കെ കാര്യത്തിന് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അതപ്പം മൂപ്പരിക്ക് ഏട്ടൻ പിടിക്കൂല്ല. വേഗം ദേഷ്യം പിടിക്കും മൂപ്പരിക്ക്. അതെന്താ മോളെ, കാറിൽ തീരെ സ്ഥലല്ലേ? രണ്ടാള് ബാക്കിലിരിക്കില്ല, ഓര് മെലിഞ്ഞുകൊണ്ടല്ലേ. നടുക്ക് ഞാൻ അവിടെ ഇരുന്നോണ്ടുള്ള സ്ഥലത്ത് അങ്ങനൊക്കെ തന്നെ ചെറിയൊരു കട്ടുമലൊക്കെ ഇരുന്നും വലിപ്പം വെച്ചതല്ല മക്കളെ. ഉള്ള സ്ഥലത്ത് ഒതുങ്ങാനൊക്കെ വല്യമ്മക്ക് നല്ലോണം അറിയാം. വല്യമ്മക്ക് നല്ലോണം അറിയാം മക്കളെ. വല്യമ്മ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളെ കൂടുതൽ. എൻ്റെ തുണി കുപ്പായൊക്കെ വേഗം സ്ഥിരം ഇട്ടു കൂടി, മറ്റന്നാളൊന്നും ആവാൻ കാത്തിക്കണ്ട. കയ്യൊക്കെ നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോവാം. ഇന്നെ കൊണ്ടയാക്കൊന്നും വേണ്ട മോളെ, ഏതായാലും ഞാൻ വന്നതല്ലേ. ടൂറൊക്കെ കഴിഞ്ഞിട്ടേ പോണുള്ളൂ. അതേ മക്കളെ, ഞങ്ങളെല്ലാവരും കൂടി പെട്ടെന്ന് അങ്ങോട്ട് വലിഞ്ഞത് വെള്ളം വലിഞ്ഞേരി. ഉമ്മനെയും കാണാനില്ല, മക്കളെയും കാണാനില്ല, എല്ലാവരും പോവുക മുകളിലേക്ക്. മക്കളും ഉമ്മയും വേഗം പോയി. എൻ്റെ മോളാണേലോ, മോളും കണക്ക് തന്നെ, മോളെ മക്കളും കണക്ക് തന്നെ. എല്ലാം കൂടി കയറി മേലോട്ട് പോണു നോക്കിയാട്ടെ. എന്നെ കൊണ്ടാവാനോ ഒരിക്കേ കുളൂസിന് പറ്റണില്ല. അല്ലെങ്കിൽ ആര് പോവാനാ ഓലെ കൂടുതൽ? ഇഷ്ടമുണ്ടെങ്കിലല്ലേ മക്കളെ നമ്മളെ കൂടെ പോരീന്ന് പറയുള്ളൂ. ഇഷ്ടമില്ലാതെ പോലെ കൂടെ നമ്മൾ വെറുതെ എന്തിനാ പോണത്? ഞാൻ പോണില്ല മക്കളെ. ഞാനൊന്ന് ഉള്ളെടുക്കാൻ വേണ്ടി ചോദിച്ചു നോക്കിയതാ. അങ്ങനത്തെ നിൽക്കട്ടെ, പോണ വരെ അങ്ങനെ നിൽക്കട്ടെ. ഓന് ബേജാറാവട്ടെ. ഇന്നെന്താപ്പം ചെയ്യുക, എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ ഇവിടുന്ന് പുറത്താക്കും എന്നുള്ളൊരു ബേജാറിൽ പോലെ എന്താ പറയാൻ നോക്കട്ടെ. അതിന് വേണ്ടിയിട്ടല്ല ഞാനും കാത്തിരിക്കുന്നത്. പെൺകുട്ടികളെ മനസ്സും മരക്കളെ മനസ്സും ഒക്കെ കണ്ടറിയാൻ എനിക്ക് നല്ലോണം അറിയാം. ആരാൻ്റെ പുരന്ന് വന്ന പെൺകുട്ടിയായാലും നല്ലോണം എന്നെ നോക്കുന്നുണ്ട്. ഒരിടങ്ങേറും എനിക്ക് ഓളക്കൊണ്ടില്ല. സ്വന്തം പേറ്റ മക്കളുണ്ടല്ലോ, തിരിഞ്ഞ് നോക്കാത്ത മക്കൾ അതേമാതിരി ഒരുത്തിണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓളടുത്തേക്കൊന്ന് പോവാണ്. ഈറ്റാ 3-4 എണ്ണത്തിൻ്റെ അടുത്തൊന്ന് പോയി നോക്കിയിട്ടേ ഞാൻ എൻ്റെ മരോളടുത്തേക്ക് തിരിച്ചു പോവുള്ളൂ. എങ്ങനെയുണ്ട്?